Hello friends, welcome back to my channel Arraysworld. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു പൈനാപ്പിൾ ഫ്രൈ ആണ്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് ഫ്രൈ റെസിപ്പിയാണ്. സോ ഇതിനു മുന്നേ നിങ്ങൾ ആരും ഇതുപോലത്തെ ഒരു ഫ്രൂട്ട് ഫ്രൈ കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഞാൻ ഇവിടെ ഈ ഫ്രൂട്ടിനെ രണ്ട് രീതിയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒന്ന് തവാല വെച്ചിട്ടും പിന്നെ ഗ്രിൽ ചെയ്തിട്ടുമാണ് ഞാൻ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഫ്രൂട്ട് ഫ്രൈ എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. എന്നാൽ പിന്നെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം നമുക്കൊരു പൈനാപ്പിൾ എടുക്കാം, എന്നിട്ട് അതിനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ രണ്ട് രീതിയിൽ ചെയ്യുന്ന കാരണം 4 പീസസ് നീളത്തിലും ബാക്കിയെല്ലാം സ്ക്വയർ ആയിട്ടുമാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഈ ഫ്രൂട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മസാല കൂട്ടുകളെല്ലാം തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാൻ ആദ്യം എടുക്കുന്നത് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയാണ്. ഇനി ഇതിലോട്ട് നമുക്ക് ചാറ്റ് മസാല പൊടി ഇട്ട് കൊടുക്കാം. ചാറ്റ് മസാല ഇല്ലെങ്കിൽ ആംചൂർ പൗഡറും നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഞാനൊരു 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഞാൻ ഇതിലോട്ട് ചേർക്കുന്നുണ്ട്. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള പാകത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി ഒരു 4 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടി ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഒരു 1/2 മുറി നാരങ്ങയാണ് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാലക്കൂട്ട് ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ മസാലകളെല്ലാം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ പീസസിലോട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതുപോലുള്ള ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. എല്ലാ ഭാഗത്തും മസാല പിടിക്കുന്ന പോലെ നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതുപോലുള്ള ഒരു ഗ്രിൽ സ്റ്റിക്ക് എടുത്ത് അതിനകത്ത് ഈ പീസസ് എല്ലാം ഒന്ന് വെച്ച് കൊടുക്കാം. ഇതെനിക്ക് അവൻ വാങ്ങിച്ചപ്പോൾ കിട്ടിയതാണ്. അപ്പോൾ ഞാനിവിടെ എല്ലാ പീസസും ഈ ഗ്രിൽ സ്റ്റിക്കിലോട്ട് വെച്ച് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് അവനിൽ വെക്കാം. ഞാനിപ്പോൾ ഇവിടെ ടേൺ ഗ്രിൽ മൈക്രോ എന്നുള്ള ഒരു ഓപ്ഷൻ അമർത്തിയിട്ട് ഒരു 15 മിനിറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇത് കണ്ടോ, ഇങ്ങനെ തിരിഞ്ഞു വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് ഗ്രില്ലായിക്കൊണ്ടിരിക്കുകയാണ്. സോ ഈ സമയത്ത് നമുക്ക് ബാക്കിയുള്ള പൈനാപ്പിൾ പീസസ് എല്ലാം ഒന്ന് തവ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഞാനൊരു തവ ചൂടാക്കി അതിൽ കുറച്ച് ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ബട്ടർ ഒന്ന് ലൈറ്റായിട്ട് ചൂടായ ശേഷം നമുക്ക് ഈ പീസസ് അതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു ഏകദേശം ഒരു 3 മിനിറ്റ് വെച്ച് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഓരോരോ സൈഡും ഇതുപോലെ നമുക്ക് മറിച്ചിട്ട് കൊടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ സൈഡും ഇവിടെ നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ തവാൽ ചെയ്ത പൈനാപ്പിൾ ഫ്രൈ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഗ്രിൽ എന്തായെന്ന് നോക്കാം.
അപ്പോൾ ഇതും 15 മിനിറ്റ് ആയി കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് തുറന്നെടുക്കാം. അപ്പോൾ നല്ല ചൂടുണ്ടാവും, സോ സൂക്ഷിച്ച് വേണം എടുക്കാൻ. ഇപ്പോൾ ഗ്രില്ല് ചെയ്തെടുത്ത ഈ പൈനാപ്പിൾ നല്ല ഡ്രൈ ടെക്സ്ചറായിട്ടും തവാല് ചെയ്തത് നല്ലൊരു ഓയിൽ ടെക്സ്ചറായിട്ടാണ് ഇവിടെ ഉണ്ടാവുക. ഇനി വേണമെങ്കിൽ നമുക്കിതിലോട്ട് കുറച്ച് ഉരുക്കിയ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. അത് താല്പര്യമില്ലാത്തവർക്കാണെങ്കിൽ സ്കിപ്പ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ നമ്മളുടെ 2 രീതിയിലുള്ള പൈനാപ്പിൾ ഫ്രൈ ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. ഇത് രണ്ടും നല്ല ടേസ്റ്റാണ്. സോ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് എന്നോട് കമൻറ്റ് ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യണം, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം. ഇനിയും ഇതുപോലുള്ള നല്ല കുറേ വീഡിയോസുകളുമായി കാണുന്നത് വരെ ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ.